സർ, നമ്മൾ രേഖാശാസ്ത്രത്തിൽ ഇന്ന് ഏത് രേഖയെക്കുറിച്ചാണ് പറയുന്നത്? ഇപ്പോൾ രേഖാശാസ്ത്രത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട രേഖകളെക്കുറിച്ച് പറഞ്ഞു വരികയാണ്. ഇന്ന് നമുക്ക് രേഖകളിൽ സൂര്യരേഖയെക്കുറിച്ച് നോക്കാം. ഇപ്പോൾ സൂര്യരേഖ സരസ്വതി രേഖ പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള രണ്ടും ദൈവീയ രേഖയാണ്. ഇപ്പോൾ സൂര്യരേഖയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. സൂര്യരേഖ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ മോതിര വിരലിൻ്റെ താഴെ കാണുന്ന രേഖയാണ് സൂര്യരേഖ. ഈ പിക്ചറിൽ കാണും പോലെ നമ്മളെ കയ്യിലുണ്ടാവണമെന്നില്ല എങ്കിൽ പോലും ഈ സൂര്യരേഖ വളരെ പ്രത്യേകതയുള്ള രേഖയാണ്. പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കഷ്ടകാലങ്ങൾ യാതൊരു വ്യക്തിക്കും ഗ്രഹദോഷങ്ങളും മറ്റുള്ള കഷ്ടപ്പാടുകളും ജീവിതത്തിൽ വരാത്ത ആരും തന്നെ കാണത്തില്ല. പലപ്പോഴും മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാവാത്ത രീതിയിൽ പലരും അത് ഓവർകം ചെയ്ത് പോകുന്നു എന്ന് മാത്രം. അപ്പോൾ എല്ലാ വ്യക്തികൾക്കും പല രീതിയിലുള്ള മാനസികമായിട്ട് ചിലർക്ക് പ്രശ്നങ്ങളായിരിക്കാം, ചിലർക്ക് സാമ്പത്തികമായിട്ടായിരിക്കാം, ചിലർക്ക് ശാരീരികമായിട്ടായിരിക്കാം. ചിലപ്പോൾ ശാരീരികമായിട്ടുള്ളതും സാമ്പത്തികമായിട്ടുള്ളതും മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും വേറൊരു വ്യക്തിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാറില്ല. എന്ത് തന്നെ വന്നാലും ഒരു വ്യക്തിയുടെ ഏത് തരത്തിലുള്ള ദോഷഭാവങ്ങളെയും അതിജീവിക്കാനുള്ള ഏക പ്രതിവിധിയാണ് ഈശ്വരാധീനം. ആ ഈശ്വരാധീനം നമുക്കുണ്ടോ? നമുക്ക് ദൈവാധീനം ഉള്ളവരാണോ? ഞാൻ പ്രാർത്ഥിക്കുന്നതിന് ശക്തി കിട്ടുന്നുണ്ടോ? എൻ്റെ പ്രാർത്ഥന ശക്തി എങ്ങനെയാണ് എന്ന് ഓരോ വ്യക്തിയുടെ കയ്യിലും ഈശ്വരൻ വരച്ചിട്ടുണ്ടാവും. അതിന് കാണുന്ന രേഖയാണ് സൂര്യരേഖ. സൂര്യരേഖ ദൈവിക രേഖയാണ്. ഒരു വ്യക്തിയുടെ ദൈവാധീനത്തെ സൂചിപ്പിക്കുന്ന രേഖയാണ്. ആ രേഖ കയ്യിൽ ചിലപ്പോൾ നല്ല തെളിഞ്ഞ് ഇപ്പോൾ പിക്ചറിൽ കാണും പോലെയൊക്കെ ചില കൈകളിൽ കാണാറുണ്ട്. അവർ ഈശ്വരാധീനം ഉള്ളവർ തന്നെയാണ്. അവർ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും ചിലപ്പോൾ ഈശ്വരൻ നിന്ന പറഞ്ഞ് നടക്കുന്നവരെ കയ്യിൽ വരെ നല്ല പോലെ ദൈവാധീനം തെളിഞ്ഞു കിടക്കുന്നതായി കാണാം. അപ്പോൾ ഈശ്വരാധീനത്തെ കാണിക്കുന്ന മുൻജന്മ ഭാവഫലത്തെയും കർമ്മഫലത്തെയും ആസ്പദമാക്കിയാണ് ഒരു വ്യക്തിക്ക് ഈശ്വരാധീനം തെളിയുന്നു എന്നാണ്. ചിലരാണെങ്കിൽ ജനിക്കുമ്പോഴേ അധികമായി ഈശ്വരാധീനത്തോടു കൂടി വരും. അവർ അധികമായി പ്രാർത്ഥിക്കേണ്ടതില്ല. പ്രാർത്ഥിക്കാതെ തന്നെ അവർക്ക് ഐശ്വര്യവും വല്ല കാലത്തും ദൈവത്തെ വിളിച്ചാൽ മതി അവർക്ക് നല്ല റിസൾട്ട് വരുന്നതായി കണ്ടിട്ടുണ്ട്. ചില വ്യക്തികളിലാവട്ടെ ഈ കൈരേഖ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഈശ്വരാധീന കുറവ് കാണും. ആ വ്യക്തിക്ക് ജന്മനാൽ ഈശ്വരാധീനം കുറഞ്ഞു വന്നവരാണ്. അവർ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പലപ്പോഴും പല വ്യക്തികളും നമ്മളെ അടുത്ത് തന്നെ വന്ന് പറയാറുണ്ട്, സാർ ഞാൻ വളരെയേറെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, പക്ഷേ ദൈവം എന്നെ പരീക്ഷിക്കുകയാണെന്ന് തോന്നുന്നു, പക്ഷേ എനിക്ക് ഒരു വിധത്തിലുള്ള സൗഖ്യം വരുന്നില്ല, എന്നും കഷ്ടതയും ദുരിതവും അനുഭവിക്കാൻ ഇടവന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആളുകൾ വന്ന് സംസാരിക്കണം. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ എന്താണ്, അവർ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് ഫലസിദ്ധി അവരെ കയ്യിൽ വരുന്നില്ല. അതിന് കാരണം നമ്മൾ മുൻജന്മ കർമ്മഫലം, അതായത് നമ്മൾ ചെയ്ത പാവഫലങ്ങൾ മുൻജന്മങ്ങളിൽ ചെയ്തതാവാം. ആ പാവഫലങ്ങളാൽ ദൈവത്തിൽ നിന്ന് വളരെ അകന്നു നിൽക്കുകയാണ് നമ്മൾ എന്ന് മനസ്സിലാക്കൊള്ളുക. അപ്പോൾ എന്ത് ചെയ്യണം? ആ ദൈവത്തോട് അടുക്കുക മാത്രമാണ് നമുക്ക് ചെയ്യുക. അടുത്തടുത്ത് വരുമ്പോഴേ നമ്മളെ കയ്യിൽ ഈശ്വരാധീനം തെളിയുന്നത് നമുക്ക് തന്നെ കാണാം. വേറെ ആരുടെയും നിർദ്ദേശം വേണ്ട. നമ്മളുടെ കൈ പരിശോധിച്ച് നോക്കുമ്പോൾ ആ രേഖ തെളിഞ്ഞു വരുന്നതായി കാണാം. ആ വളരെ പ്രത്യേകതയുള്ളതെന്ന് കാരണം ആ സൂര്യരേഖ ഒരാളിൻ്റെ കയ്യിൽ മങ്ങിക്കിടക്കുന്നത് ദൈവാധീന കുറവിനെ സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ ആ രേഖ കിടക്കുകയും ആ രേഖ മുറിയുന്നത് വളരെ സൂക്ഷിക്കണം. ഇപ്പോൾ ഈശ്വരാധീനം ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് കുറയുന്നത് ദുർസൂചനയാണ്. അത് നിങ്ങൾക്ക് ഏതോ രീതിയിലുള്ള കഷ്ടത വരാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ തന്നെ ഒരു ജോലിയിലിരിക്കുന്ന ആൾ പെട്ടെന്ന് സൂര്യരേഖ മുറിയുന്ന വേളയിൽ ജോലി സംബന്ധമായി പ്രോബ്ലം വരാം. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിൽ റിസൾട്ട് തരാതെയാക്കാം. ഇങ്ങനെ അവരുടെ ദൈവാധീന കുറവ് കൊണ്ട് പലതരത്തിലുള്ള അവർ ചെയ്യുന്ന പ്രവൃത്തി മേഖലയെ തന്നെ ബാധിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട മറ്റൊന്ന്, ആ സൂര്യരേഖയിൽ അല്ലെങ്കിൽ സൂര്യമണ്ഡലത്തിൽ കറുത്ത പുള്ളിയോ കറുത്ത ഷെയ്ഡോ വരുന്നതാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. അത് പരദേവത അപ്രീതിയെയും, ഇപ്പോൾ കുടുംബത്തിൽ ദേവതയൊക്കെ വെച്ച് ആരാധിച്ച് പോകും പണ്ടുള്ളവർ. പിന്നെ ഇപ്പോൾ തന്നെ നമുക്ക് തന്നെ കയറി കിടക്കാൻ സ്ഥലമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിനെ എവിടെ കൊണ്ടിരുത്തു എന്നുള്ള അവസ്ഥയിൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കാതെ വരും. പക്ഷേ ദൈവം നമ്മളെ ഇട്ട് വിടത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പണ്ടുള്ളവർ പറയും, കൊണ്ടാടും ദൈവം കുടിയെ കെടുക്കും എന്ന് പറയും. അപ്പോൾ പരദേവതയെ കുടുംബത്തെ സംരക്ഷിക്കാനായിട്ട് ഇപ്പോൾ നമ്മളെ അച്ഛനും അമ്മയും വയസ്സായി എന്ന് വെച്ചിട്ട് നമുക്ക് സാമ്പത്തിക സ്ഥിതി മോശം എന്ന് വെച്ചാൽ നമ്മളെ അച്ഛനും അമ്മയും നമുക്ക് നോക്കാതിരിക്കാൻ പറ്റത്തില്ല. അച്ഛനും അമ്മയ്ക്ക് സമമാണ് പരദേവത. അപ്പോൾ ആ പരദേവതാ സ്ഥാനത്തിൻ്റെ അപാകതയും കൂടി സൂചിപ്പിക്കുന്നതാണ് ശരിക്ക് സൂര്യമണ്ഡലം.
അതുകൊണ്ടാണ് ആ മണ്ഡലത്തിന് വളരെ പ്രാധാന്യം ആ രേഖയ്ക്ക് കൊടുക്കാൻ കാരണം. ഇപ്പോൾ സൂര്യരേഖ മങ്ങിക്കിടക്കുന്നത് സൂക്ഷിക്കണം. അതിൽ കറുത്ത പുള്ളിയോ കറുത്ത ഷെയ്ഡോ വരുന്നത് ദേവതാ കോപത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ കയ്യിൽ കണ്ടാൽ അത് അങ്ങനെ ഉള്ള ഒരു വ്യക്തിക്ക്, ആ രേഖ മങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിൽ ശോഭിക്കാൻ ഒരിക്കലും സാധ്യമല്ല. അവരുടെ ഏതെങ്കിലും കാര്യങ്ങൾ ബ്ലോക്കായി കിടക്കും. ഒരു ശുഭകാര്യങ്ങളും അവർക്ക് യഥാസമയത്ത് നടത്തി തരത്തില്ല. അവർ ആര് വേണോ നിങ്ങൾ നോക്കിക്കൊള്ളുക. ആ രേഖ കിടക്കുന്ന ഒരു വ്യക്തി കഷ്ടപ്പാടിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. രേഖ തെളിഞ്ഞു കിടക്കുന്ന ഒരു വ്യക്തിക്ക് തടസ്സം കൂടാതെ യഥേഷ്ടം അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമാവും. ആ രേഖയെ തെളിയിച്ചെടുക്കാൻ ഈസി ആയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് മങ്ങി എന്ന് നോക്കി അതിനുള്ള പ്രതിവിധി അവർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ആ രേഖയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുക. നമ്മളെ മക്കളെ കയ്യിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുക. ആ കുട്ടികളുടെ കൈകളിൽ സൂര്യരേഖ മുറിഞ്ഞു കിടക്കുകയോ മങ്ങിക്കിടക്കുകയോ ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ തന്നെ അവരവരുടെ മതാചാര പ്രകാരം ഇരുത്തി പ്രാർത്ഥിപ്പിക്കുക. അപ്പോൾ പെട്ടെന്ന് ഈശ്വരാധീനം തെളിഞ്ഞു വരികയും ആ ഐശ്വര്യം പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും.